ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കള പണികൾ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കഠിനമായ കറകൾ മാറ്റുന്നത് മുതൽ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് വരെയുള്ള 5 ടിപ്പുകൾ ഇതിലുണ്ട്. ഒട്ടും വൈകാതെ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ടിപ്പ്, പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാൻ ചെയ്യാവുന്ന ചില എളുപ്പ വഴികളാണ്. പഞ്ചസാര ടിന്നിൽ 4-5 ഗ്രാമ്പു ഇട്ട് വയ്ക്കുന്നത് ഉറുമ്പിനെ അകറ്റാൻ ഏറ്റവും നല്ല വഴിയാണ്. ഗ്രാമ്പൂവിൻ്റെ രൂക്ഷഗന്ധം ഉറുമ്പുകൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവ അടുക്കില്ല. ഗ്രാമ്പൂ ഇല്ലെങ്കിൽ കറുവപ്പട്ട ആയാലും മതി. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നതും ഉറുമ്പിനെ ഓടിക്കാൻ സഹായിക്കും കേട്ടോ. നാരങ്ങയുടെ തൊലി ഉണങ്ങിയത് പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വെച്ചാലും ഉറുമ്പ് ശല്യം കുറയും. രണ്ടാമത്തെ ടിപ്പ്, സവാള മുറിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് തടയാനുള്ള എളുപ്പ വഴികളാണ്. സവാളയുടെ പുറത്തെ തൊലി കളഞ്ഞ ശേഷം പകുതിയായി മുറിച്ച് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം മുറിച്ചാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അല്ലെങ്കിൽ സവാള മുറിക്കുന്നതിന് 15-20 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുക. സവാള തണുത്തിരുന്നാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ഗ്യാസിൻ്റെ അളവ് കുറയും. ഇത് കണ്ണ് പുകയുന്നതിനും തടയും. മൂന്നാമത്തെ ടിപ്പ്, വെളുത്തുള്ളിയുടെ തൊലി കളയുക എന്നത് കുറച്ച് പ്രയാസമുള്ള പണിയാണല്ലോ. ഇത് എളുപ്പമാകാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. വെളുത്തുള്ളി അല്ലികൾ വേർപ്പെടുത്തി 10-15 മിനിറ്റോളം ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം എടുത്താൽ തൊലി വളരെ എളുപ്പത്തിൽ ഇളകി വരും. ഞാനതൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ 10-15 മിനിറ്റായി ഞാൻ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതിപ്പം തൊലിക്കുമ്പം നല്ല നൈസായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ അല്പനേരം വെയിലത്ത് വെച്ചാൽ വെളുത്തുള്ളിയുടെ തൊലി പെട്ടെന്ന് ഉണങ്ങുകയും കൈ കൊണ്ടൊന്ന് തിരുമുമ്പോൾ തന്നെ ഇളകി വരികയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഒരു പാനിലിട്ട് ലോ ഫ്ലെയിമിൽ 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാലും മതി, പെട്ടെന്ന് തന്നെ തൊലി ഇളകി വരും. ഇത് നാലാമത്തെ ടിപ്പാണ്. നാലാമത്തെ ടിപ്പ്, മിക്സിയുടെ ജാറ് പ്രത്യേകിച്ച് അതിൻ്റെ ബ്ലേഡുകൾ അടിയിലുള്ള ഭാഗം വൃത്തിയാക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് എളുപ്പമാക്കാൻ ചില വഴികളുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്യേണ്ടത്, ജാറിൽ പകുതിയോളം ഇളം ചൂടുവെള്ളം ഒഴിക്കുക. അതിൽ 2 തുള്ളി ഡിഷ് വാഷ് ലിക്വിഡും ചേർക്കുക. മിക്സിയിൽ വെച്ചൊരു 30 സെക്കൻഡ് നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിയ ജാറിനുള്ളിലെ ഒട്ടുമിക്ക അഴുക്കുകളും എണ്ണമയവും പോയി കിട്ടും. കണ്ടോ, ഞാൻ കഴുകിയ ശേഷം നല്ല രീതിയിൽ ബ്ലേഡ് വൃത്തിയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ബേക്കിംഗ് സോഡയും വിനാഗിരി, അല്പം ലിക്വിഡ് സോപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കഴുകിയെടുത്താലും നല്ല രീതിയിൽ വൃത്തിയാകും കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് ടിപ്പാണ് നമ്മുടെ 5ാമത്തെ ടിപ്പ്. മിക്സിയുടെ മെഷീൻ പുറമേയുള്ള അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ പുത്തൻ പോലെ തിളക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പിൽ ഞാൻ 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർക്കുക. 1 സ്പൂൺ ആയാലും മതി. 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി, അത് 1 സ്പൂൺ ചേർക്കുക. വിനാഗിരി ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ പതഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ ഡിഷ് വാഷ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇത് പതഞ്ഞു വരും. ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് മിക്സിയുടെ പുറത്ത് അഴുക്ക് കൂടുതലുള്ള ഇടുക്കുകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. മിക്സിയുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. ഇത് എൻ്റെ വീട്ടിലെ മിക്സിയാണ്. ഇതിൽ നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ ബ്രഷ് കൊണ്ട് ഇതേപോലെ നല്ല രീതിയിൽ ഉരസി കൊടുക്കുക. എവിടെയൊക്കെ അഴുക്കുണ്ടോ അവിടെയൊക്കെ ഇതേപോലെ ബ്രഷ് കൊണ്ട് നല്ല രീതിയിൽ ഉരസി കൊടുക്കുക. മിക്സിയുടെ ഇടുക്കുകളിലും കടുപ്പമേറിയ അഴുക്ക് നന്നായി ഉരച്ചു കളയുക. സ്വിച്ചിൻ്റെ ഭാഗത്തും വയറിലുള്ള അഴുക്കുകളും ഇങ്ങനെ എളുപ്പത്തിൽ പോകും കേട്ടോ. അവസാനം ഒരു നനഞ്ഞ തുണി വെള്ളം ഒലിക്കാത്ത രീതിയിൽ പിഴിഞ്ഞതും ഉപയോഗിച്ച് മിക്സി മൊത്തമായി തുടച്ചെടുക്കുക. ശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഒരിക്കൽ കൂടി തുടയ്ക്കുക. നല്ല രീതിയിൽ അഴുക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല റിസൾട്ടുള്ള ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ.
അതേപോലെ മിക്സി ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് പ്ലഗ് ഊരിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മിക്സി നേരിട്ട് വെള്ളത്തിൽ കഴുകരുത്. മോട്ടോറിൽ വെള്ളം കയറിയാൽ മിക്സി കേടാകും. അപ്പോൾ ഇന്നത്തെ ഈ 5 ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പുതിയ അറിവുകളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ബൈ.